ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ ഒരു സ്പൈസസ് കമ്പനിയുടെ ആ സ്പൈസസിൽ മുളക് പൊടിയിൽ കൂടുതൽ പെസ്റ്റിസൈഡ് കണ്ടെത്തിയ റിപ്പോർട്ട് ഇവിടെ ഫുഡ് സേഫ്റ്റി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ. അതെടുത്ത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്ന് എത്ര മാധ്യമങ്ങൾ വന്നിട്ടുണ്ടത്? മാധ്യമങ്ങൾ വന്നിട്ടില്ല. ഞാൻ വീഡിയോ ചെയ്തപ്പോൾ എന്നെ ബ്ലോക്ക് ചെയ്തു, എനിക്ക് റിപ്പോർട്ട് അടിച്ചു. മെറ്റയിലേക്ക് റിപ്പോർട്ട് കൊടുത്ത് എൻ്റെ വീഡിയോ എടുത്തു കളഞ്ഞു, എൻ്റെ മോണിറ്റൈസേഷൻ ബ്ലോക്ക് ചെയ്തു, എൻ്റെ അക്കൗണ്ടിന് ത്രെട്ടനിങ് വന്നു ആ കമ്പനിക്കെതിരെ പറഞ്ഞപ്പോൾ. അപ്പോൾ വലിയൊരു ബ്രാൻഡ് അംബാസഡറാണ് അവർക്കുള്ളത്. അവർക്കെതിരെ മറ്റു പല കാര്യവും ചെറിയ കാര്യങ്ങൾ പോലും വാർത്തയാക്കുന്ന മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അവർക്ക് അറിയാഞ്ഞിട്ടല്ല, അറിയും, പക്ഷെ റിപ്പോർട്ട് ചെയ്യില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലയൻറ്റാണ് നഷ്ടപ്പെടുന്നത്. പിന്നെ കാരണം ഒരു വർഷത്തേക്ക് ഇത്ര കോടികളുടെ അഡ്വർടൈസ്മെന്റ് മാത്രമല്ലേ പോകുന്നത്. അപ്പം അവരത് ചെയ്യില്ല. അവരുടെ നിലനിൽപ്പാണല്ലോ പ്രശ്നം. ഈ മുതിർന്നവരുടെ കാര്യം പിന്നെയും നമുക്ക് മാറ്റി നിർത്താമെന്ന് പറയാം. പക്ഷേ ഈ കൊച്ചു കുട്ടികൾക്ക് കൊടുക്കുന്ന ഈ ബേബി പൗഡറിലടക്കം ഈ പറയുന്ന ഫുഡ് പ്രൊഡക്ട്സിൽ അതിലൊക്കെ ഈ പറയുന്ന പോലെ ഈ ഭയങ്കരമായിട്ടുള്ള തിരിമറികൾ ഇവിടെ നടക്കുന്നുണ്ടെന്ന് പറയുന്നത് ഭയങ്കര പരിതാപകരമാണ്. പ്രൊഡക്റ്റുകളിൽ മാത്രമല്ല, ഈ ഫുഡ് പ്രൊഡക്ട്സുകളിൽ മാത്രമല്ല, ഇപ്പോൾ കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന ഈ സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾ, ഇപ്പോൾ ബേബി പൗഡർ ആയിക്കോട്ടെ, അവരുടെ ഓയിൽ ആയിക്കോട്ടെ. അപ്പോൾ ഇതൊക്കെ ഒരേ മദർ കമ്പനിയാണെന്ന് പറയുന്നത് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതും ഇവിടെ ഒരു പ്രശ്നമില്ലാതായിട്ടുണ്ട് ഇല്ലേ? അത് ഞാൻ ഈ 2023 ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സെർലാക്കിൻ്റെ പ്രൊഡക്റ്റിൽ ഷുഗർ കൂടുതലാണ്. നമ്മുടെ ഇന്ത്യയിലുള്ള പ്രൊഡക്റ്റിൽ ഷുഗർ കൂടുതലാണ്. ബാക്കിയുള്ള UK അല്ലെങ്കിൽ മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിൽ അതിനകത്ത് ഷുഗർ ഇല്ല. ബേബി ഫുഡിലാണ് ഞാൻ പറയുന്നത്. ഇവിടെയുള്ളത് ഷുഗർ കൂടും. ഞാൻ അന്ന് വീഡിയോ ചെയ്തിരുന്നു. അതിനുശേഷം 6 മാസം കഴിഞ്ഞിട്ട് ഇവിടെ ICMR റിപ്പോർട്ട് ചെയ്തു ഇന്ത്യയിൽ കൊടുക്കുന്ന ആ പ്രൊഡക്റ്റിൽ സെർലാക്കിൽ ഷുഗർ കൂടുതലാണെന്ന്. എന്നിട്ട് അവർ വീണ്ടും കുറച്ചു കമ്പനി. അപ്പോൾ അത്രയും കാലം കഴിച്ച കുട്ടികളുടെ അവസ്ഥ എന്താ? അതാ ഞാൻ പറഞ്ഞു, ഇവിടെ നിയമം കർശനമാക്കി. നിങ്ങൾക്ക് ആലോചിക്കുമോ, നിങ്ങളിത് നോർവേയിലാണ് ഈ ഒരു പ്രോഡക്റ്റ് ഇതുപോലെ അവർ പിടിച്ചു എന്ന് വെക്കുക, ഈ ജന്മം ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ സെയിൽ ചെയ്യാൻ പറ്റില്ല. ആ പ്രൊഡക്റ്റ് അവിടെ സെയിൽ ചെയ്യാൻ പറ്റില്ല. 2015 ഇവിടെ ഡൽഹി ഹൈക്കോർട്ട് മാഗി നിരോധിച്ചതാണ്, ബാൻ ചെയ്തതാണ് ഇന്ത്യയിൽ. എന്തായി? എന്നിട്ട് 20 ലക്ഷം രൂപ ഫൈന് എഴുതി കൊടുത്ത് ആ കേസ് ഇല്ലാതായി. ഇന്ന് ഏറ്റവും കൂടുതൽ സെയിലുള്ളത് മാഗി, ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് മാഗിയാണ്. ഏറ്റവും കൂടുതൽ 1000 crores അവർ കളക്ട് ചെയ്യുന്നുണ്ട്. ഈ 1000 crores കളക്ട് ചെയ്യുന്നവർക്ക് 20 ലക്ഷം ഫൈൻ എത്ര രൂപയായിരിക്കും? അവരുടെ എംപ്ലോയീസിൻ്റെ ചായക്കാശായിരിക്കും അത്, ആ 20 ലക്ഷം. ഇത് മറ്റുള്ള രാജ്യത്തിലാണെങ്കിൽ നടക്കുമോ? ഒരു സിനിമ പറയുന്നല്ലേ, ഇത് ഇന്ത്യയാണ്, ഇവിടെ എന്ത് നടക്കും? അപ്പോൾ അതൊക്കെയാണ് പ്രശ്നം. അതാ ഞാൻ പറഞ്ഞത്, ആദ്യം തന്നെ പറഞ്ഞത് നിയമം കർശനമാകാത്തതുകൊണ്ടാണ്. ആ നിയമം ഇത് കമ്പനിക്കാർക്കും അറിയാം, ഏത് വഴിക്ക് എന്ത് ചെയ്താൽ എന്ത് ലൂഫോഴ്സ് ഉണ്ടാവും. കാരണം ഇവർക്കൊരു ലോ ഫോം ഉണ്ടാവുമല്ലോ, വലിയൊരു തരത്തിലുള്ള ലോ ഫോം ഉണ്ടാവും. അപ്പോൾ അവർക്ക് അതൊന്ന് ഊരിപ്പോരാൻ സിമ്പിളാണ്. മറ്റുള്ള രാജ്യങ്ങൾ അത് നടപടിയാവില്ല. അത് ഓക്കെ. എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് കുറച്ചും കൂടെ നമ്മൾ ഫുഡിനെ പറ്റി, നമ്മൾ കഴിക്കുന്ന എന്തിനെ പറ്റിയൊക്കെ ഒരു അവയർനെസ് വന്നു തുടങ്ങിയത്, ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ എൻ്റെയും ബ്രോയുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ടിഫിനായിട്ട് കൊണ്ടുവന്നിരുന്നത് എന്തായിരിക്കും? ബിസ്ക്കറ്റ്സ് ആയിരിക്കും. ആ ബിസ്ക്കറ്റ്സ് എത്രമാത്രം അമ്മമാരും അവർക്കാണെങ്കിൽ അവർക്കും സുഖം, ഇങ്ങനൊരു ബിസ്ക്കറ്റ് പോലൊരു ഫ്രീ ആയിട്ട് പെട്ടെന്ന് കൊടുത്തിട്ട് അവർക്ക് എളുപ്പമാണല്ലോ. ഈ ബിസ്ക്കറ്റ്സ് ഒക്കെ നമ്മൾ എത്രമാത്രം ദോഷകരമായിട്ട് നമ്മളെ ഹെൽത്തിനെയൊക്കെ ബാധിച്ചിട്ടുണ്ടായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്? തീർച്ചയായും. അതായത് ഈ പണ്ട് കാലത്ത് നമുക്ക് ബിസ്ക്കറ്റ് മാത്രമേ അറിയുള്ളൂ, പിന്നെ ബ്രാൻഡുകളും ഇന്ന ബ്രാൻഡിൻ്റെ ഇന്ന ബിസ്ക്കറ്റുകൾ എന്ന് മാത്രമേ അറിയുള്ളൂ. നിങ്ങൾ നോക്കൂ, ഇന്നത്തെ കാലത്ത് ജനങ്ങൾ ബോധവൽക്കരിക്കപ്പെട്ടത് കൊണ്ടാണ്, പിന്നീടാണ് ജനങ്ങളെല്ലാവരും മനസ്സിലാക്കി ഇതിനകത്ത് മൈദയാണുള്ളത്, ഷുഗറാണുള്ളത്, പാം ഓയിലാണുള്ളത്, ഇതെല്ലാവരും മനസ്സിലാക്കി. അപ്പം മാറി ചിന്തിച്ചു തുടങ്ങിയത് കൊണ്ടാണ് ഇന്ന് മൈദ ഫ്രീ ബിസ്ക്കറ്റും സീറോ ഷുഗർ ബിസ്ക്കറ്റും എല്ലാം വന്നു തുടങ്ങിയത്. അപ്പോൾ ആളുകൾ ബോധവൽക്കരിക്കപ്പെട്ട കമ്പനി ഓട്ടോമാറ്റിക്കലി അവരുടെ സ്ട്രാറ്റജി മാറ്റും. നല്ല പ്രൊഡക്റ്റുകൾ ഇവിടെ കിട്ടായിക്കൊന്നുമില്ല. ഇന്ന് മൈദയില്ലാത്ത ബിസ്ക്കറ്റ് അവൈലബിൾ ആണ്, സീറോ ഷുഗർ ബിസ്ക്കറ്റ് അവൈലബിൾ ആണ്. നമ്മുടെ കാലത്ത് ഒരു ചെറിയൊരു ബിസ്ക്കറ്റിൽ, ഒരു എക്സാമ്പിൾ, ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റിൽ ഒരു 10 രൂപൻ്റെ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് എന്ന് വെക്കാം, അതിനകത്തൊരു 10 ബിസ്ക്കറ്റ് ഉണ്ടെന്ന് തന്നെ വെച്ചോളൂ. അതിനകത്ത് ഇന്നൊരു കുട്ടിക്ക് ആ പാക്കറ്റ് കൊടുത്താൽ അവനത് കാലിയാക്കില്ലേ? അതുണ്ടാക്കിയ കമ്പനി പറഞ്ഞിരിക്കുന്ന സെർവിങ് സൈസ് 2 ബിസ്ക്കറ്റാണ്. ഓക്കെ. 10 ബിസ്ക്കറ്റിൽ അത് 5 പേർക്കുള്ള 10 രൂപൻ്റെ 10 ബിസ്ക്കറ്റ് എന്ന് പറയുന്നത് 5 പേർക്ക് കഴിക്കേണ്ട പാക്കറ്റാണ്. നമ്മളിത് ഇന്നൊരു കുട്ടി കൺസ്യൂം ചെയ്യുന്നത്, അത് മുഴുവൻ കുട്ടി വേണ്ട, നമ്മൾ കൺസ്യൂം ചെയ്യില്ലേ ഫുള്ളായിട്ട്? അവർ അഡൽട്സിനാണ് പറയുന്നത് 2 സെർവിങ് സൈസ് 2 പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇതെല്ലാം നമ്മൾ ഓവർലോഡല്ലേ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളും കഴിച്ചത് ഓവർലോഡ് ആയിരുന്നു. അതെ, നമുക്കതിനെ പറ്റി അറിയില്ലായിരുന്നു. പക്ഷെ ഇന്ന് എൻ്റെയും കൺസേൺ അതായിരുന്നു. ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതൽ നമ്മുടെ
കാറ്റഗറിയിലുള്ള ആളുകൾക്ക് പെട്ടെന്ന് ചേഞ്ചിങ് നടക്കണം കേസല്ല. കാരണം പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല നമുക്ക്. ഇനിയുള്ള ജനറേഷൻ ഇത് ശ്രദ്ധിച്ച് തുടങ്ങണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ കൺസേൺ. കുട്ടികൾ ഇത് അറിയണം, ഇത് വായിച്ചു തുടങ്ങണം, എന്താണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്, എത്രയാണ് കഴിക്കേണ്ട ലിമിറ്റ്. മാത്രമല്ല ഒരു കുട്ടി ഇപ്പോൾ ആ ബിസ്ക്കറ്റ് കഴിച്ചു കഴിഞ്ഞാൽ അവനത് കഴിഞ്ഞ് ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കും, അവനത് കഴിഞ്ഞ് ഒരു ചിപ്സ് കഴിക്കും, ചോക്ലേറ്റ് കഴിക്കും, കേക്ക് കഴിക്കും. എത്രത്തോളം ഷുഗറായി അവർക്ക് ആ ഒരു ദിവസം കഴിക്കുന്ന കൺസ്യൂം ചെയ്യുന്നത്. പറയുമ്പോൾ ഞാൻ ബിസ്ക്കറ്റ് ഒന്നല്ല ഇത്രയല്ലേ കഴിച്ചുള്ളൂ. കഴിക്കുന്ന ഫുഡ് മാത്രം അവർ നോക്കുന്നുള്ളൂ, എത്ര കാറ്റഗറി ഉണ്ടെന്ന് നോക്കുന്നില്ല. അപ്പോൾ അത്രയധികം ഷുഗർ. നിങ്ങൾ വേണമെങ്കിൽ ഇത് എഴുതി വെച്ചോ, നിങ്ങൾ ഈ വീഡിയോ ഷോർട്ട് എടുത്ത് മാറ്റി വെച്ചോ. 15 വയസ്സിൽ ഡയബറ്റീസ് ഇനിയുള്ള ജനറേഷൻ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ വിപത്താണ് ഇവിടെ. 15 വയസ്സിൽ ഡയബറ്റീസ് സ്റ്റാർട്ട് ചെയ്യും ഇനി. കാരണം അത്രയധികം ഷുഗറാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കൊക്കൈനേക്കാളും ഡേഞ്ചർ ആയിട്ടുള്ള സാധനമാണ് ഷുഗർ, റിഫൈൻഡ് ഷുഗർ. അത്രയും ഓവർലോഡ്. ഈവൻ നമ്മളൊരു കുട്ടിക്ക് ഒരു ആദ്യത്തെ ബർത്ത്ഡേക്ക് ആദ്യമായിട്ട് കൊടുക്കുന്ന വായിൽ വെച്ച് കൊടുക്കുന്ന കേക്കല്ലേ. ഡോക്ടർമാർ ഇപ്പോഴും പറയുന്നത് 2 വയസ്സ് വരെ കുട്ടികൾക്ക് റിഫൈൻഡ് ഷുഗർ കൊടുക്കാൻ പാടില്ലെന്നാണ്. പക്ഷെ നമ്മൾ കേൾക്കുന്നുണ്ടോ? അതെ, എത്രമാത്രം ഒരു ഇതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്.